ഞാൻ ഒരു സിമുലേഷൻ ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ മാപ്പ് എടുത്ത് വെച്ചേക്കുന്നത്. ഇത് എടക്കൊച്ചിയുടെ മാപ്പാണ് കേട്ടോ. ഇതിൽ കാണുന്നതാണ് ഭക്ഷണത്തോട്. ഇത് നമ്മുടെ റോഡ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് കണ്ണങ്ങാട്ട് പാലം. അപ്പോൾ ഈ കാണുന്ന റെഡ് ഓൾറെഡി വെള്ളത്തിൽ അടിയിലായ നമ്മുടെ പ്രദേശങ്ങളാണ്. ഓക്കെ, സ്ഥിരമായിട്ട് വെള്ളം കയറുന്ന പ്രദേശങ്ങളാണ് ഈ റെഡ്. ഇപ്പോൾ നോക്കിയ സീ ലെവലിൽ ഞാൻ 0 മീറ്ററാണ് വാട്ടർ ലെവൽ വെച്ചേക്കുന്നത്. സീ ലെവലിൽ നിന്ന് ഒട്ടും വാട്ടർ പൊങ്ങിയിട്ടില്ല എന്നാണ് ഞാൻ കാണിച്ച് വെച്ചേക്കുന്നത് സിമുലേഷനിൽ. ഓക്കെ ഇനി ഞാൻ നമ്മുടെ ഈ കൊച്ചിയിൽ ടൈഡ് മോണിറ്റർ ചെയ്യണ ഒരു സ്റ്റേഷനുണ്ട് ഐലൻഡിൽ. ഇത് യുനെസ്കോയുടെ സൈറ്റാണ്. ലോകത്തുള്ള എല്ലാ ടൈഡ് മോണിറ്റർ ചെയ്യണ സ്റ്റേഷനും ഇതുമായിട്ട് ബന്ധിപ്പിച്ചാണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് കഴിഞ്ഞ 30 ദിവസത്തെ ഡേറ്റയാണ്. ഓക്കെ, അതായത് ഫെബ്രുവരി 6 മുതൽ ഇന്ന് മാർച്ച് 8 വരെയുള്ള ഡേറ്റയാണ്. അപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് ശക്തമായിട്ട് വെയിലേറ്റം കണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതുകൊണ്ടാണ് ആ കാരണം നോക്കിയേ, ഈ ഹൈറ്റ് നോക്കിയേ 1.5 മീറ്ററിൻ്റെ അടുത്തോളം നമുക്ക് വെള്ളം വന്നു എന്നുള്ളതുകൊണ്ടാണ് നമുക്ക് നല്ലോണം വെള്ളം കയറിയതായിട്ട് നമുക്ക് തോന്നിയത്. ഇതിൽ ഇത് കണ്ട ഈ ഒരു ദിവസം മാർച്ച് 2 മാർച്ച് 1 ഇത് ടൈം സോൺ ഡിഫറൻ്റ് ആണ്. മാർച്ച് 1 രാത്രി 1.6 അടുത്ത് വരെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, രാത്രി അന്ന് കണ്ട ആൾക്കാരൊക്കെ മിക്കവാറും പേടിച്ച് പോയിട്ടുണ്ടാകും. 1.6 എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈറ്റോടെ വെള്ളം വന്നാക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 1.6 ഇവിടെ ഇട്ട് നോക്കാം. അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോരം വെള്ളം കയറും എന്ന് നമുക്ക് ഒന്ന് ഈ സിമുലേഷൻ വെച്ച് നോക്കാം. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ എവിടെയൊക്കെ മതിൽ കെട്ടിയെന്നുള്ള കാര്യം ഇവർക്ക് ആ സിമുലേഷൻ ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റില്ല. കാരണം ഇവർ പൊതുവേ US ഏജൻസിയാണ്. പൊതുവേ സാറ്റലൈറ്റ് വെച്ചിട്ടായിരിക്കും ഡേറ്റ എടുത്തേക്കണം. സാറ്റലൈറ്റിൽ നിന്ന് നമ്മുടെ ഭൂമിയുടെ നിരപ്പ് മാത്രമേ അവർക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ മതിൽക്കെട്ടോ നമ്മളെന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും വെള്ളം ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി സ്ലൂസോ അങ്ങനെ എന്തെങ്കിലും വെച്ച കാര്യം അവർക്ക് കിട്ടില്ല. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സ്ലൂസോ ഒന്നും നമ്മൾ വെച്ചില്ലെങ്കിൽ എന്തായിരിക്കും നിലവിൽ കൊച്ചിയുടെ അവസ്ഥ എന്നുള്ളതായിരിക്കും നമുക്കിവിടെ കിട്ടുക. ഇവിടെ ഹൈ ടൈഡ് കിട്ടിയതനുസരിച്ചിട്ട് 1.6 ഈ ദിവസം മാർച്ച് 1 വന്ന 1.6 മീറ്റർ നമ്മളിവിടെ കൊടുത്ത് നോക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തോരം വരുമെന്ന് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ കൊടുക്കുകയാണ് 1.6 മീറ്റർ മാർച്ച് 1 വരികയാണെങ്കിൽ കൊച്ചി മൊത്തം വെള്ളത്തിലാവും. അത് നിലവിൽ നമ്മൾ കൊച്ചി ഇരിക്കണം മൊത്തം എന്തിലാണ്, കൽക്കെട്ടിലാണ്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് കൊച്ചിയിൽ അല്ലെങ്കിൽ ഇടക്കൊച്ചി പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ, കാരണം ആകെ ഈ ഒരു പ്രദേശം മാത്രമേ ഉള്ളൂ, ബാക്കി ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ആ കൽക്കെട്ടാണ് നമുക്കിവിടെ ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കി തന്നത്. ഓക്കെ, അപ്പോൾ ഇത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ ഇവിടുത്തെ ഓരോ ആൾക്കാരും ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമുക്കിവിടെ ജീവിക്കാൻ പറ്റില്ല. വളരെ സിമ്പിളാണ് കാര്യം.